പ്രൈസ് ദി ലോർഡ്. ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ ഹെഡ്മിയിലോടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ വീഡിയോ കിട്ടാത്ത ഇത് കേൾക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അങ്ങനെ ചെയ്താൽ മതി. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓപ്ഷൻ ഓൾ വീഡിയോസ് എന്നാക്കിയാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇൻബോക്സിൽ കിട്ടും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അനേകം പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. മുടിയുടെ തന്നെയാണ്. മുടി വളരെ ഡ്രൈ ആണ്, പൊട്ടിപ്പോകുന്നു, എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ല, ഓയിലിട്ടിട്ടും മാറ്റമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത്, പൊതുവേ നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ മുടിക്ക് വേണ്ടി എപ്പോൾ വീഡിയോ ഇട്ടാലും അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിൽ കൂടി പറയാം. മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും പൊട്ടിപ്പോകാതെ ഇരിക്കാനും ഒക്കെ ടോട്ടലി ഒരു സംരക്ഷണമെന്ന് പറയാം. പലപ്പോഴും ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇത് പല വീഡിയോയിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എങ്കിലും ഇതിൽ കൂടി പറയുന്നു, മുടിയുടെ വീഡിയോ അല്ലേ ഇതും. നനഞ്ഞ മുടി യാതൊരു കാരണവശാലും ചീകരുത്, ഉണങ്ങാതെ കെട്ടിവെക്കരുത്. മുടി ചീവാൻ എപ്പോഴും പല്ലകലമുള്ള ചീപ്പ് തന്നെ ഉപയോഗിക്കണം. ചിലർ നല്ല അടുപ്പമുള്ള പല്ലുകൾ അടുപ്പമുള്ള ചീപ്പ് വെച്ച് ചീവി വലിച്ചു പൊട്ടിച്ചൊക്കെ എടുക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പല്ലകലമുള്ള ചീപ്പ് വെച്ച് നല്ല സാവധാനം തന്നെ ജടയൊക്കെ ഉണ്ടെങ്കിൽ ചീവി ക്ലിയർ ആക്കണം. ദിവസവും കുറഞ്ഞത് 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. മുടിയിൽ എണ്ണ ഇടുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ശക്തി കൂടാതെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പൊതുവേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാത്തപ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോഴോ എന്തെങ്കിലും നിങ്ങളിപ്പോൾ TV കാണുന്നുവെങ്കിൽ ആ സമയത്തോ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. വെറുതെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വളർച്ചയൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പിന്നെ പുറത്ത് പോകുമ്പോൾ മുടി അഴിച്ചിട്ടുകൊണ്ട് പോവരുത്. കഴിവതും കെട്ടിവെക്കാൻ ശ്രമിക്കുക. നനഞ്ഞ മുടിയോടെ പുറത്ത് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഞാൻ ടിപ്പ് പറയാം, സിമ്പിളാണ്. ഈ ഡ്രൈ ഹെയർ ഉള്ളവർ കുളി കഴിഞ്ഞു വന്ന ശേഷം മുടി ഉണങ്ങുന്നതിന് മുമ്പേ ആ ചെറിയ നനവോടെ തന്നെ ലേശം വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ മുടിയിൽ തേക്കുക. ഒത്തിരി എടുക്കരുതേ, അതായത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തേക്കത്തില്ലേ, അതുപോലെ എടുക്കരുത്. ഒരു മയത്തിന് മാത്രം. തലയോട്ടിയിൽ തേക്കണമെന്ന് നിർബന്ധമില്ല, ഇനി ആയാലും പ്രശ്നമില്ല. പക്ഷെ അതിലുപരി നമ്മുടെ മുടിയിൽ ഈ എണ്ണ ആകണം, അതാണ് പ്രധാനം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണോ എന്ന് ചോദിച്ചാൽ മുടിക്ക് അല്പം മയം കിട്ടാൻ പറ്റുന്ന എന്തും തേക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ആ ബ്രാൻഡ് എടുക്കട്ടെ, ഈ ബ്രാൻഡ് എടുക്കട്ടെ, നിങ്ങൾ ബ്രാൻഡ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നു അതൊക്കെ എടുക്കട്ടെ എന്ന് വെച്ചാൽ എനിക്കതിന് മറുപടി ഇല്ല. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ചിലർ ഒലിവ് ഓയിൽ തലയിൽ തേക്കുന്നവരുണ്ടായിരിക്കാം, ചിലർ ആൽമണ്ട് ഓയിൽ ചേർക്കുന്നവരുണ്ടായിരിക്കാം. അവർക്ക് വേണമെങ്കിൽ അതെടുക്കാം. ബ്രാൻഡഡിന്റെ കാര്യം ചോദിച്ചാൽ എനിക്കതറിയില്ല. ഇത് കേൾക്കുന്ന ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഈ മെത്തേഡ് വളരെയധികം ഗുണം ചെയ്യും. കുറേ നാൾ നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ ചിലർ പറയാറില്ല, ഞാൻ കണ്ടിട്ടുമുണ്ട്, മുടി ചുരുണ്ടവർ കുളി കഴിഞ്ഞ് വന്ന ശേഷം നോക്കുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മുടി ചുരുണ്ട് മണ്ടയിലോട്ട് കയറും. അങ്ങനെയുള്ളവരും ഈ ടിപ്പ് ട്രൈ ചെയ്യാൻ, നിങ്ങൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, കുളിക്കുന്നതിന് മുമ്പപ്പോൾ എണ്ണ തേക്കണ്ടേ? തീർച്ചയായിട്ടും തേക്കാം. നിങ്ങൾ ഏത് രീതിയാണോ ഫോളോ ചെയ്യുന്നത്, കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കും, എന്തെങ്കിലും ടിപ്സ് ഒക്കെ ചെയ്യാറുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അതൊന്നും മാറ്റാനും ഞാൻ പറയുന്നില്ല. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡ്രൈ ഹെയർ അല്ലാത്തവർക്ക് ഞാനും ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഡ്രൈ ഹെയർ അല്ല ഞാൻ, പക്ഷേ ഇടയ്ക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം കൂടുതലും ഞാൻ ഈ ഷാമ്പു ചെയ്യുന്ന ദിവസം കണ്ടീഷണർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരി ഇല്ല, ലേശം ഒരു 5-6 തുള്ളി മാത്രം എടുത്ത് ഈ മുടിയിൽ ഇങ്ങനെ തേച്ച് വെക്കും. നല്ല ഒതുങ്ങിയിരിക്കും മുടി. അപ്പോൾ പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.